അണ്ണനെ നല്ല രസമുണ്ട്. തനിക്ക് തോന്നാ നാച്ചുറൽ ബ്യൂട്ടി. ഞങ്ങള് ഗേൾസ് ഡേ ഔട്ട് അല്ലേ ആംസ്റ്റർഡാമില്. അടിപൊളി സ്ഥലം. ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? ഡാം സ്ക്വയർ. ഡാം സ്ക്വയർ. We are damn beautiful for the dam square, guys. നിറയെ സൈക്കിളാണ്. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സൈക്കിളിലാണ് വരുന്നത് അല്ലെ? കൂടുതലും സൈക്കിളാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ റെസ്റ്റോറന്റ് എവിടെ ചാച്ചാ? എൻ്റെ മുഖത്തെ ആ സന്തോഷം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടതിൻ്റെ ആയിരുന്നു. എന്തായാലും അതല്ലായിരുന്നു എൻ്റെ ടാർഗറ്റ്. എനിക്ക് കഴിക്കേണ്ടതായിരുന്നു ആംസ്റ്റർഡാമിലെ ഫേമസ് ആയിട്ടുള്ള വാൻ സ്റ്റാഫ്ലെ കുക്കീസ്. ഫാൻ സ്റ്റാഫ്ലെ എന്നായിരിക്കും ചിലപ്പോൾ പ്രൊനൗൺസ് ചെയ്യുന്നത് കേട്ടോ. ജർമ്മനിൽ വീക്ക് പ്രൊനൗൺസ് ചെയ്യുന്നത് ഫാന്നാണ്. ഡച്ചിൽ എനിക്ക് തോന്നുന്നു ഫാൻ തന്നെ പറയുന്നതെന്ന്. എന്തായാലും കുക്കീസ് മേടിച്ച് കഴിക്കാനുള്ള ആഗ്രഹം ഉള്ളിൽ തന്നെ ഞാൻ അടക്കി ഒതുക്കി മുൻപോട്ട് നടന്നു ഗൈസ്. ക്യൂ കണ്ട് തല ചുറ്റിപ്പോയി. 2 കിലോമീറ്റർ ആയിരുന്ന ആളുകൾ ക്യൂവിൽ നിൽക്കുന്ന. കൂടാതെ തന്നെ ക്യൂ നിന്ന് നമ്മൾ ഗേറ്റിലെത്തി കഴിയുമ്പം 10 മിനിറ്റാണ് വെയിറ്റിംഗ് ടൈം. എന്ന് വെച്ചാൽ നമ്മൾ കുക്കീസ് ഓർഡർ ചെയ്തൊരു 10 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനും വന്ദനക്കുട്ടിയും സൗപ്പുക്കുട്ടിയും കൂടെ ആ പ്ലാൻ ഫുൾ ഡ്രോപ്പ് ചെയ്തു. കുക്കീസ് വേണ്ട വെച്ച് ഞങ്ങളങ്ങനെ മുന്നിലോട്ട് ട്യൂലിപ്പിൻ്റെ പൂക്കളുടെ കളറൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നടന്ന് ഞങ്ങൾ എത്തിയത് ആംസ്റ്റർഡാമിൻ്റെ ഡാം സ്ക്വയറിലാണ്. ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലൊന്നും അല്ല, ഞങ്ങൾ മുന്നേയും ഈ സ്ട്രീറ്റിൽ വന്നിട്ടുണ്ട്. കുക്കീസ് കിട്ടാത്ത വിഷമം ഞങ്ങൾ തീർത്തത് ഡാം സ്ക്വയർ ചുറ്റി കണ്ടിട്ടാട്ടോ. അങ്ങനെ നടന്ന് മുന്നിലോട്ട് ഞങ്ങൾ എത്തിയത് ആംസ്റ്റർഡാം സെൻട്രലാണ് കേട്ടോ. കങ്കന റെനോട്ടിൻ്റെ ക്വീൻ മൂവിയിൽ ഈ സ്ട്രീറ്റ് ഭയങ്കരമായിട്ട് ഹിറ്റായ ഒരു സംഭവമാണ്. എപ്പോൾ ആംസ്റ്റർഡാമിൽ വന്നാലും ഈ സ്ട്രീറ്റിൽ വിസിറ്റ് ചെയ്യാതെ ടൂറിസ്റ്റുകൾ പോകാറില്ല. നോട്ട് ബിക്കോസ് ഓഫ് ദ ക്വീൻ മൂവി ബട്ട് ബിക്കോസ് ഓഫ് ദ ഫേമസ് മാനിക്കിൻ പിസ് ഫ്രൈസ്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പൊട്ടാറ്റോ ഫ്രൈസ് ആണ്, ഇല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയാം. ഇവിടെയും ക്യൂ ഗൈസ്. എന്ത് ചെയ്യാനാ? പക്ഷേ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഇവിടെ ക്യൂവിൽ നിന്ന് ഈ ഫ്രൈസ് ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന്. ഇത്രയും ഫേമസ് ആണെങ്കിൽ ടേസ്റ്റ് അറിഞ്ഞിരിക്കണമല്ലോ. ഇവിടെ ആണെങ്കിൽ 2 സ്റ്റീവേർഡ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ലോറൽ ആൻഡ് ഹാർഡി മാതിരി നമ്മുടെ കൊമഡിയൻസിലായിരുന്നു പണ്ടത്തെ. എന്തായാലും ഒരാൾക്ക് നല്ല വണ്ണവും ഒരാൾക്ക് നല്ല നീളവും ഉണ്ടായിരുന്നു. നീളമുള്ള ആൾ കാണാൻ നല്ല ഹാൻസം ആയിരുന്നു കേട്ടോ. ഞാൻ അയാളുടെ കൂടെ പോയി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ അയാൾ ഇച്ചിരി ഇമ്പ്രസ്സായി. ക്യൂവിന് മുന്നിലെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ പെട്ടെന്ന് തന്നെ മുന്നിലോട്ട് അടുത്ത ക്യൂലോട്ട് അയാൾ കയറ്റി വിട്ടു കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായി. ചലോ ഹലോ സാധാരണ കേട്ടില്ലേ? ഇത്രയും നേരം ക്യൂവിൽ നിന്ന് പോയി മേടിച്ച് കഴിച്ചപ്പം നമ്മുടെ സാധാരണ മാക്ഡിയിലെ ഫ്രൈസ് മാതിരിയായി. എന്തായാലും ആ കടക്കാർ കേൾക്കണ്ട, എന്നെ ചിലപ്പം ചവിട്ടിക്കൂട്ടും. ട്രാവലൊക്കെ ചെയ്യുമ്പോൾ സൊവിനിയർ കളക്ഷൻ എൻ്റെ ഒരു ഹോബിയാണ്. ഇവിടുന്ന് ഞാൻ ഒന്നും മേടിക്കണില്ല. പണ്ടൊക്കെ വന്നപ്പം മേടിച്ച കുറേ സൊവിനിയേഴ്സ്, ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഒക്കെ വീട്ടിലിരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ എത്തിപ്പെട്ടത് ന്യൂയോർക്കറിൽ. ഈശ്വര, ആ കട കാണുമ്പോഴേ എൻ്റെ മനസ്സിൽ ലഡ്ഡുവാണ് പൊട്ടുന്നത്. ഇപ്പം ലഡ്ഡു പൊട്ടാറില്ല, ഇപ്പം കാശ് പൊട്ടുന്നതിൻ്റെ വിഷമമാണ് ഗൈസ്. എന്നെക്കാട്ടിലും മുന്നേ ഷോപ്പിങ്ങിന് ഇറങ്ങുന്നതാണ് എൻ്റെ 2 ബ്യൂട്ടിഫുൾ ഗേൾസ്, സൗപർണിക്കയും വൈകയും. വൈകക്കുട്ടി ഇല്ലാത്തതും കൊണ്ട് അവൾക്കുള്ള സാധനങ്ങൾ ഞങ്ങൾ ഒത്തിരി ശ്രദ്ധിച്ചില്ല. സൗപ്പ് അവൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. അല്ലെങ്കിലും ഞാൻ എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ ഇപ്പം കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടാറില്ല. അവരുടെ ടേസ്റ്റും കളക്ഷൻസും ചോയ്സും സ്റ്റൈലും ഒക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ 80s ആളുകളുടെ കൂട്ടല്ല ഗൈസ്, എവറി ജെൻസിയാണ്. നൈറ്റി പോലെ എനിക്കിഷ്ടമില്ല, പക്ഷെ ഇഷ്ടപ്പെട്ട കിട്ടുള്ളൂ. വീട്ടിലിടാൻ നൈറ്റ് രാത്രി കിടക്കാൻ
സൈസ് കറക്റ്റാ. ന്യൂയോർക്കറിൽ നിന്നും ദീപ നോർത്ത് ഇന്ത്യൻ ബല്ലുവിനൊപ്പം ക്യാമറ വുമൺ. ഒരു സംശയവും വേണ്ട, ക്യാമറ വുമൺ പൊളിച്ചു. അടിപൊളിയായിട്ട് വീഡിയോസും ഫോട്ടോസും എടുത്തു തന്നു. താങ്ക് യു വന്ദന. ചേട്ടാ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. സെറ്റപ്പുകളൊക്കെ കൊള്ളാലോ. ഇല്ല അങ്ങനെ ഞങ്ങള് ഒത്തിരി ഇപ്പൊ ഷോപ്പിംഗ് ഇല്ലടാ പണ്ടത്തെ കൂട്ടുന്നു. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ ഇപ്പൊ എസ്പെഷ്യലി പിള്ളേർക്ക് വൈകൊക്കെ ആണെങ്കിൽ വേസ്റ്റാ. അവർക്ക് പെട്ടെന്ന് വളരുന്നതും കൊണ്ട് എനിക്ക് വേസ്റ്റല്ല, ഞാൻ വളർന്നു. നിന്റെ വളർച്ച നിന്നു. അതാണിപ്പം നന്നായത്, അവളുടെ വളർച്ച നിന്നത്രേ. എന്നാലും ഷോപ്പിങ്ങിന് ഒരു കുറവില്ല കേട്ടോ. ആ കാണുന്ന കവർ നിറച്ച് അവള് സാധനങ്ങൾ മേടിച്ചു. എവിടെ നോക്കിയാലും നല്ല വൈബാണ്, അതും കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കണ്ടില്ലേ സൈക്കിള് തന്നെ 3-4 സൈക്കിൾ അവിടെ ഉണ്ടായിരുന്നു. നല്ല പ്ലാസ്റ്റിക്കിന്റെ കളർഫുൾ ഫ്ലവേഴ്സ് വെച്ചിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എസ്പെഷ്യലി ഫോർ ടൂറിസ്റ്റ് ടു ക്ലിക്ക് സം ഓസം പിക്ചേഴ്സ്. പിന്നെ ഒരു ട്രാമിന്റെ മുന്നിൽ സ്ലോമോ നടന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ആംസ്റ്റർഡാമിൽ വന്ന് ഗൈസ്. സോറി ഒരു തിരുത്തുണ്ടേ, ട്രാമിന്റെ മുന്നിലല്ല, ട്രാമിന്റെ സൈഡിൽ കൂടാണ് ഞാൻ സ്ലോമോ ആയിട്ട് നടന്നത്. എനിക്കാണെങ്കിൽ തേരാപ്പാര നടക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോയാലും കറങ്ങി നടന്ന് എല്ലാ കാര്യങ്ങളും കാണണം, പിന്നെ വിൻഡോ ഷോപ്പിംഗ് ചെയ്യണം, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അങ്ങനെ കറങ്ങി തിരിച്ച് ഡാം സ്ക്വയറിൽ തന്നെ എത്തിയിട്ടോ. മാഡം തുസാഡ്സിനുള്ളിൽ കയറി കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നേരത്തെ പോയിട്ടുള്ളതും കൊണ്ട് പിന്നെയും വെറുതെ ടിക്കറ്റൊക്കെ എടുത്ത് കാശ് കളയണ്ട വിചാരിച്ച് ഞങ്ങൾ അടുത്തുള്ള ഒരു ബേക്കറി കയറി ഫേമസ് ആയിട്ടുള്ള പിസ്താഷ്യോ ക്രോസോൺ കഴിച്ചു. എൻ്റെ കൂടെയുള്ള 2 പേർക്ക് നടക്കാൻ അത്ര താല്പര്യം ഇല്ലായിരുന്നു. സോ ദേ വർ ടയേർഡ്. എന്നിട്ട് വിശന്നു എന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങൾ ഈ ബേക്കറി കയറിയിട്ട് അവിടുത്തെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ച് ഞങ്ങൾ തിരിച്ച് സെൻറ്ററിലോട്ട് നടന്നു. എനിക്ക് കനാൽ വ്യൂ കാണണമായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ ആദ്യത്തെ റൗണ്ടിൽ കവർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് പിന്നെയും കനാലിൻ്റെ സൈഡിലോട്ട് നടന്നു. ഇതാണ് ആംസ്റ്റർഡാമിൽ ഫേമസ് ആയിട്ടുള്ള കനാൽ റോഡ് അല്ലെങ്കിൽ കനാൽ സ്ട്രീറ്റ്. ഈ കനാലിൽ കൂടെ നമുക്ക് ബോട്ടിങ് ചെയ്യാം, ബോട്ടിനുള്ളിലിരുന്ന് നമുക്ക് ഡ്രിങ്ക്സ് കഴിക്കാം, ഫുഡ് കഴിക്കാം, ചിക് ചാറ്റ് ചെയ്യാം, ചിൽ ചെയ്യാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഗൈസ്. ആംസ്റ്റർഡാമാണിത്. എന്തായാലും ഞാൻ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത്, എനിക്കതല്ലേ എൻ്റെ മെയിൻ ഹോബി. എവിടെ പോയാലും നന്നായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് അതിനെ ക്യാപ്ചർ ചെയ്ത് എൻ്റെ സ്ക്രാച്ച് ബുക്കിൽ ഞാൻ സേവ് ചെയ്ത് വെക്കും ഗൈസ്. എപ്പോഴെങ്കിലും പിന്നെ എടുത്ത് നോക്കാമല്ലോ അല്ലേ. അങ്ങനെ ട്രാമിൽ ഒരു ചെറിയ സവാരിയൊക്കെ ചെയ്ത് ഞങ്ങൾ ആംസ്റ്റർഡാം സിറ്റി സെൻറ്ററിൽ നിന്ന് ആംസ്റ്റർഡാം സെൻട്രലിൽ എത്തിട്ടോ. ഈ സിറ്റിയിലെ ഭയങ്കര വൈബാണ് ഗൈസ്. എന്താ പറയുക, ഫുൾ ഹാപ്പനിങ് എവ്രിവെയർ. പീപ്പിൾ ആർ സോ ഹാപ്പി, ദേ ആർ ലൈക്ക് എൻജോയിങ്. വാട്ട് ടു ടെൽ യു, യു മസ്റ്റ് കം ആൻഡ് എക്സ്പീരിയൻസ് അറ്റ്ലീസ്റ്റ് വൺസ് ഇഫ് യു ഹാവ് നോട്ട് വിസിറ്റഡ് ആംസ്റ്റർഡാം ബിഫോർ. എൻ്റെ ഒരു ടിപ്പെന്ന് വെച്ചാൽ ആംസ്റ്റർഡാം നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ വരണം ഗൈസ്. ഫ്രണ്ട്സിൻ്റെ കൂടെ സെയിം വൈബിങ് ഉള്ള ആളുകളുടെ കൂടെ നിങ്ങൾ ആംസ്റ്റർഡാം കറങ്ങാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാം ഗൈസ്. എന്ത് പറയാനാ, പറന്ന് നടക്കാം കേട്ടോ. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ആംസ്റ്റർഡാം സിറ്റി സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, വൺ ഓഫ് ദ ബിസിയസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഇൻ യൂറോപ്പ്. എന്ത് പറയാനാ, ആളുകൾ ഇവിടെ ബോഗി കണക്കിനാണ് വന്നിറങ്ങുന്നത് ഈ സിറ്റിയിലെ വൈബ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. സൂക്ഷിച്ചിരുന്ന ആക്സിഡന്റ് ഉണ്ടാവും. പോവാ നിനക്ക് അങ്ങനെ മനസ്സിലായി. പിന്നെ നമ്മളിങ്ങനെ വ്ളോഗിങ് ഒക്കെ ചെയ്യുമ്പോൾ 4 ചുറ്റും നോക്കി നടന്നാൽ നന്നായിരിക്കും, മൂക്ക് കുത്തി വീഴില്ല. കണ്ടില്ലേ, അവിടുന്ന് സൈക്കിളിൽ ഇഷ്ടം പോലെ ആളുകൾ പോകുന്നുണ്ട്. ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല, ഒരു സൈക്കിൾ വന്ന് എന്നെ ഇടിച്ചു കേട്ടോ. എന്തായാലും ആ മനുഷ്യൻ എന്നെ ഒന്നും പറഞ്ഞില്ല.
ഞാൻ പിന്നെയും വ്ളോഗിങ് കണ്ടിന്യൂ ചെയ്തു. സൗപ്പും വന്ദനയും കുറച്ച് ടെൻഷനായിരുന്നു. എന്തായാലും അതൊക്കെ ഞങ്ങൾ അവിടുത്തെ സീനിക് ബ്യൂട്ടിയൊക്കെ കണ്ടങ്ങ് മറന്നുപോയി. എൻ്റെ ബാക്കിൽ കാണുന്ന ആ ബാക്ക് ഡ്രോപ്പില്ലേ, ഇതാണ് നമ്മൾ ആംസ്റ്റർഡാം സെൻട്രൽ സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിലൊക്കെ ഡിഫറെൻറ്റ് കളറായിട്ട് കാണുന്നത്. രാത്രിയിൽ ഇത് കാണാൻ ഒന്നുകൂടെ ഭംഗിയാണ്. രാത്രിയിൽ എന്ന് വെച്ചാൽ ഓൾറെഡി വൈകുന്നേരം ആയി, കുറച്ച് മണിക്കൂറൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് നൈറ്റ് വ്യൂവും കാണാമായിരുന്നു. ഞാൻ ശ്രീനേട്ടനും സുജിത്തിൻ്റെയും കൂടെ രാത്രിയിലൊന്ന് ആംസ്റ്റർഡാം സിറ്റി കറങ്ങാനായിട്ട് ഇറങ്ങിയില്ല, ബിക്കോസ് ഐ വാസ് വെരി ടയേർഡ്. പക്ഷെ അവർ പോയിട്ട് കുറച്ച് നല്ല വിഷ്വൽസ് ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഞാൻ അത് ഈ വീഡിയോയുടെ എൻഡിലിടാം കേട്ടോ. സൈനിങ് ഓഫ് ഫ്രം ആംസ്റ്റർഡാം. ഇത്ര ഉള്ളായിരുന്നു കേട്ടോ ആംസ്റ്റർഡാം വിശേഷങ്ങൾ. ഞങ്ങൾ ഇനിയും സിറ്റി എന്നോടൊന്ന് കറങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ പോകാൻ പോവാണ്. നല്ല വെതറാണ്, നല്ല വെയിലാണ്. വന്ദനക്കുട്ടി അവിടെ പോസ്റ്റായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോട്ടെ. Bye guys, see you. പുതിയ വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോയിൽ പെട്ടെന്ന് ഞങ്ങൾ വരുന്നതായിരിക്കും. ആംസ്റ്റർഡാം സിറ്റിയുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്ന് ഞാനും വന്ദനയും സോപ്പുക്കുട്ടിയും കൂടാണ് സിറ്റി കറങ്ങാൻ വന്നത്. അങ്ങനെ ആംസ്റ്റർഡാം സിറ്റിയും ഇതെന്താ കനാലും ഒക്കെ കണ്ട് ഞങ്ങൾ ഇനി തിരിച്ചു പോകാൻ പോകണം. പോയാലോ? നമ്മളിങ്ങോട്ട് പോകണം. പ്രോഗ്രാം എന്താ? ഇങ്ങോട്ടാ പോണ്ടേ? നമുക്ക് പോവാം. നമ്മളങ്ങനെ ട്രാവൽ കയറി. ഇനി ട്രാവൽ കഴിഞ്ഞിട്ട് ട്രെയിനിൽ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈസ്റ്റർ ഹോളിഡേയ്സ് വിശേഷങ്ങൾ ഞാൻ എപ്പിസോഡായിട്ടാണ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഫാമിലി കുക്കിംഗ് ഉണ്ട്, പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ഇൻ നെതർലാൻഡ്സ് ഉണ്ട്, കൂടാതെ തന്നെ ഫിഷ് മാർക്കറ്റ് വിശേഷങ്ങൾ, അങ്ങനെ പലതും. അപ്പോൾ നിങ്ങൾ ഈ നൈറ്റ് വിഷ്വൽസ് ഒക്കെ എൻജോയ് ചെയ്യുക. സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ എല്ലാവർക്കും നല്ല ഒരു വീക്കെൻഡ് നേർന്നുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ടേക്ക് കെയർ ആൻഡ് ബൈ.